കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലി അർപ്പിക്കാം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിനോടനുബന്ധിച്ച് കേൾവി പരിമിതിയുള്ളവർക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാന ശ്രദ്ധേയമായി. ഹോളി ക്രോസ് സന്യാസ സമൂഹത്തിൽപ്പെട്ട ഫാദർ ബിജു മൂലക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബദിര സമൂഹത്തിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി വൈദിക പട്ടം സ്വീകരിച്ച നവവൈദികൻ ഫാദർ ജോസഫ് തേർമടം, ഫാദർ ഷിജോ ചെറിയാൻ എന്നിവർ സഹകാർമ്മികരായി. വിശുദ്ധ കുർബാന മധ്യേ ഫാദർ ജോസഫ് തേർമടം നൽകിയ സന്ദേശം വിശ്വാസികളാരും കേട്ടില്ല. പക്ഷേ ജോസഫിന്റെ കൈവിരലുകളിൽ ദൈവവചനങ്ങളുടെ സന്ദേശങ്ങൾ ചിറകടിച്ചു. അധ്യായം 12 വചനങ്ങൾ 20 മുതൽ. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവ ഗലീലയിലെ ബേത്സദായിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിനെ വിവരമറിയിച്ചു. യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ മാറ്റപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവും ബഹുമാനിക്കും. ഇന്ന് ലോകം മുഴുവനും അറിയുന്ന ഒരു വിശുദ്ധയുടെ മാറിയാണ്. ഇതുപോലെ തന്നെ എൻ്റെ പട്ടസമയത്തും ഞാനൊരു വളരെ ലളിതമായ ഒരു അഭിഷേക ഒരു പട്ടമായിട്ടാണ് ഞാനും ഇതിനെ കണ്ടതും അതിനുവേണ്ടി തയ്യാറെടുത്തത്. പക്ഷേ ഇന്ന് ഇന്ത്യ മുഴുവനും അറിയുന്ന ഒരു വ്യത്യസ്ത പൗരോഹിത്യ ശുശ്രൂഷയായിട്ട് ഇത് മാറി. എൻ്റെ അനുഭവവും ഇന്നത്തെ സുവിശേഷത്തിലെ അനുഭവവും ഒക്കെ നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യ വിശുദ്ധയുടെ പുണ്യവും ജീവിത വിശുദ്ധിയും ആംഗ്യ ചലനങ്ങളായി അവതരിച്ചു. ബദിരർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഫാദർ ജോസഫ് തേർമടം രാജ്യത്തെ ആദ്യത്തെ ബദിര വൈദികനാണ്. ആംഗ്യഭാഷാ പഠനശേഷം കേരളത്തിലെ ബദിര സമൂഹത്തിന് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്ന വൈദികനാണ് കോട്ടയം നവധ്വനിയിലെ ഫാദർ ബിജു മൂലക്കര. തുടർച്ചയായ 5ാം വർഷമാണ് വിശുദ്ധ അൽഫോൻസാമയുടെ സന്നിധിയിൽ ബദിരർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വചന സന്ദേശം നൽകിയ ഫാദർ ജോസഫ് തേർമടത്തിന് ഇതാദ്യ ഊഴമാണ്. 2 മാസം മുമ്പാണ് അദ്ദേഹം വൈദികനായി അഭിഷിക്തനായത്.